നമ്മുടെ സർക്കാരിൻ്റെ വേറൊരു പ്രശ്നം, അവർക്ക് ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് വലിയൊരു താല്പര്യമില്ല. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യമാവാം, കേരളത്തിൽ നമ്മൾ എപ്പോഴും അത് പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അത് ഒരു ബഹുസ്വരതയെക്കുറിച്ച് ചൂണ്ടിക്കാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ. മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനെ അവർ നിർത്തിയിട്ട് ഒരു കമ്മിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്, വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ. ഇത് ശരിക്കും ഒരിക്കൽ പൊട്ടിപ്പോയൊരു കണ്ണാടിയെ ശരിയാക്കാൻ ശ്രമിക്കുന്ന പോലെയാണത്. 1967 വരെ ആദ്യത്തെ 20 വർഷം ഇലക്ഷൻ എപ്പോഴും ഒരുമിച്ചായിരുന്നു. 52, 57, 62, 67 എപ്പോഴും എന്ത് പറ്റിയേ, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളാരും ഇവിടെ ജീവിക്കുന്നവരുണ്ടായിരുന്നു എനിക്കറിയില്ല, ഇവിടെ ഇരിക്കുന്നവർ, പക്ഷേ ആ കാലത്ത് ജീവിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയവർ എല്ലാവർക്കും ഒരേ സമയത്താണ് നാഷണൽ ഇലക്ഷനും സംസ്ഥാന ഇലക്ഷനും വോട്ട് ചെയ്യാൻ അവർക്ക് സാധ്യത കിട്ടിയത്. പക്ഷേ 67 ചില സർക്കാരുകൾ, ചില സംസ്ഥാനങ്ങളിൽ ചില സർക്കാരുകൾ കോയിലിഷൻസായിട്ട് വന്നു ആദ്യത്തെ തവണ. ആ കോയിലിഷൻസ് ചിലവർ കുറച്ച് മാസം കഴിഞ്ഞിട്ട് വീണു, ചിലർ 1-1.5 വർഷം ഭരിച്ചിട്ട് പിന്നെ കൊളാപ്സായി, കോയിലിഷൻ പൊട്ടി. അങ്ങനെയൊക്കെ ആയപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ പുതിയ സംസ്ഥാന ഇലക്ഷൻ്റെ ഡേറ്റ് മാറേണ്ടി വന്നു. അതേപോലെ 67 ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ബാക്കി എല്ലാ സമയത്തും ഓരോരോ സർക്കാരിൻ്റെ വീഴ്ച അനുസരിച്ചിട്ടാണ് അവരുടെ ഇലക്ഷൻ ഡേറ്റ് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കേന്ദ്രത്തിൽ നേരത്തെ ഇലക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് ആദ്യമുണ്ടായില്ല, പക്ഷേ 77 ജയിച്ച ജനതാ സർക്കാർ നിങ്ങൾക്കറിയുമെന്ത് പറ്റിയേ, 79 അവർ പൊളിഞ്ഞു. എന്നിട്ട് 79 അവസാനത്തിൽ ഒരു ഇലക്ഷൻ നടത്തേണ്ടി വന്നു. അപ്പോൾ കേന്ദ്ര ഇലക്ഷനും ഈ സൈക്കിൾ വിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഇലക്ഷനും സംസ്ഥാന ഇലക്ഷനും ഒക്കെ ഓരോരോ ഡിഫറെൻറ്റ് സമയത്ത് വന്ന കാരണമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എല്ലാ 6-7 മാസം വല്ല സംസ്ഥാനത്തിലോ വല്ല സ്ഥലത്തിലോ ഒരു ഇലക്ഷനുണ്ട്. അതിനെ വൺ നേഷൻ വൺ ഇലക്ഷൻ എങ്ങനെ ആക്കാൻ സാധിക്കും? അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പറയുന്നു ഫെഡറലിസം ഒന്നും പ്രശ്നമല്ല, കേന്ദ്രം തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതാ അടുത്ത വർഷം എല്ലാവരും ഒരുമിച്ച് ഇലക്ഷന് പോവുകയാണെന്ന് തീരുമാനിച്ചാൽ കേരളത്തിന് 26 വരെ നിയമസഭയുണ്ട്. ആ 2 വർഷം അവർ നഷ്ടപ്പെടുന്നു. അതോ നിങ്ങൾ പറയാൻ പോകണ്ടോ, ഇല്ല ശരി 2 വർഷം ബാക്കിയുള്ളവർ ഈ തവണ പോകണ്ട, അടുത്ത ഇലക്ഷനിൽ, അതിൻ്റെ അർത്ഥം 24 പേർ 29 വരുമ്പോൾ അപ്പം വന്നാൽ മതി പറഞ്ഞാൽ കേരളക്കാർക്ക് ഇപ്പോൾ ജയിച്ച സർക്കാരിന് 3 വർഷം കൂടുതൽ കൊടുക്കണോ? ഇതൊക്കെ അർത്ഥമില്ലാത്തൊരു കാര്യമാണ്, നമ്മൾ ജനാധിപത്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ച് വന്നിട്ട് വീണ്ടും അവരൊരു കോയിലിഷനായി വീണ്ടും ആ കോയിലിഷൻ പൊളിഞ്ഞ് വീണ്ടും ആ സർക്കാർ വീണാൽ എന്താ മാർഗം? നിങ്ങൾ ഇവരോട്, നമ്മളെ ഭരിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും അങ്ങനെയാണെങ്കിൽ വേറെ സർക്കാർ വരാതെ ഇവരെ വീഴ്ത്താൻ പാടില്ല. പക്ഷെ അത് നടക്കില്ലല്ലോ. അവർ എല്ലാ ഇലക്ഷൻ തോറ്റാൽ അവർ ബഡ്ജറ്റ് അവർക്ക് പാസ്സാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് രാജിവെക്കേണ്ടി വരും. അപ്പോൾ വേറെ ഒരൊറ്റ മാർഗം എന്തായിരിക്കും? പ്രസിഡൻസ് റൂൾ, കേന്ദ്രത്തിന് ഭരണം. അപ്പോൾ നമ്മളിത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഇത് ജനാധിപത്യത്തെ ബാധിക്കുന്ന ഒരു ചോയ്സ് അല്ലേ ഇത്? നമ്മൾ ജനാധിപത്യ പ്രകാരം കേരളത്തിലോ ഏത് സംസ്ഥാനത്തിലോ ഒരു സർക്കാർ വീണ് കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് പുതിയ ഇലക്ഷൻ നടക്കണം. അതാണ് നമ്മുടെ നിയമം. ഇതുവരെ അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റാൻ എന്തുകൊണ്ടാണ് മിസ്റ്റർ മോദി ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഭയങ്കര ചിലവാണ്. എന്താണ് ഈ ഭയങ്കര ചിലവ്? നീതി ആയോഗിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓരോരോ വോട്ടർമാർക്ക് 5000 രൂപ കൂടുതലാണ് ഈ എല്ലാ ഇലക്ഷൻ നടത്തുന്ന കാരണം. അത് നമ്മളുടെ രാജ്യത്തിൽ ഇത്രത്തോളം കാശ് ചിലവാക്കുന്ന സർക്കാർ കേന്ദ്രത്തിലുണ്ട്, സംസ്ഥാനത്തിലുണ്ട്. അത് നമുക്ക് സഹിക്കാൻ സാധിക്കണം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വേറെ കാര്യം പ്രധാനമന്ത്രി പറയണത്, ഭരണം ശരിക്കും ഇപ്പം നടക്കുന്നില്ല. കാരണം ഈ ഇലക്ഷൻസ് വന്ന കാരണം എനിക്കും പിന്നെ സർക്കാരിനുമൊക്കെ 6 മാസം 6-7 മാസം എല്ലാവരുടെയും പോയി നമുക്ക് പ്രചരണം ചെയ്യണം, രാജ്യം ഭരിക്കാനുള്ള സമയമില്ല. പക്ഷെ ആരാ അദ്ദേഹത്തോട് പറഞ്ഞു പോയി പ്രചരണം ചെയ്യാൻ നിർബന്ധം? ആരാണ് പറഞ്ഞിരിക്കുന്നത്? പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പിന്നെ പകുതി ക്യാബിനറ്റും ഒരു ഹൈദരാബാദ് മുനിസിപ്പൽ ഇലക്ഷൻ വരെ കൂടി പോയി ഇറങ്ങി പ്രചരണം ചെയ്യാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഭരണഘടന പറയുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അദ്ദേഹത്തെ ജോലി ചെയ്യട്ടെ, പാർട്ടി ആ സംസ്ഥാനത്തിൻ്റെ അവർ പാർട്ടി ആൾക്കാർ പ്രചരണം ചെയ്യട്ടെ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതായിരുന്നില്ല നമ്മുടെ രീതി പണ്ടൊക്കെ. നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് പ്രചരണം ചെയ്യേണ്ടത്. സർക്കാരിന് ഞങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാ 6 മാസം ഞങ്ങൾ പരിപാടിയുമ്പോൾ പ്രചരണം ചെയ്യുന്നത് പറയണത് അത് അവരുടെ സ്വന്തം കുറ്റമാണ്, നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ ഇതാണ് അവരുടെ ഓരോരോ ആർഗ്യുമെൻറ്റ്. ഫെഡറലിസം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചുള്ള ഒരു താല്പര്യം, ഒരു ആവശ്യമാണ്
എല്ലാ ഇലക്ഷനിലും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രിൻസിപ്പൽ ക്യാമ്പയിനറായിട്ട് പോയി പ്രചരണം ചെയ്യണത്. അപ്പോൾ അതിനെ ഒഴിവാക്കാനും അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം കൊടുക്കാൻ വേണ്ടി നമ്മളുടെ എല്ലാ ഫുൾ രാജ്യത്തിനും നമ്മൾക്ക് പിന്നെ ടൈപ്പ് ചെയ്യണമെന്നാണ് ചോദ്യം. എന്തായാലും 543 പാർലമെൻ്ററി കൺസ്റ്റിറ്റ്യുവൻസി മാത്രമല്ലല്ലോ, 4033 സ്റ്റേറ്റ് അസംബ്ലി കൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. പക്ഷെ അത് മാത്രം വരയ്ക്കല്ലേ, നമ്മുടെ ഭരണഘടന പ്രകാരം ഒരു 3rd tier ഓഫ് ഗവൺമെൻറ് ഉണ്ടല്ലോ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ടല്ലോ. അതിൽ 88,000 ലോക്കൽ ബോഡി സീറ്റ്സ് ഉണ്ട്, 31 ലക്ഷം വില്ലേജ് പഞ്ചായത്ത് സീറ്റ്സ് ഉണ്ട്, ഗ്രാമപഞ്ചായത്ത് സീറ്റ്സ് ഉണ്ട്. എന്നിട്ട് എല്ലാവരെയും ഒരുമിച്ച് നിങ്ങൾ എലക്ട് ചെയ്യാൻ പോവുകയാണോ? ഇതൊരു അർത്ഥമില്ലാത്തൊരു സംസാരമല്ലേ? അതുകൊണ്ട് അതുമാത്രമല്ല, ഈ എല്ലാറ്റിനും അവർ സ്വന്തം ഉത്തരവാദിത്തങ്ങളുണ്ട് ഭരണഘടന പ്രകാരം. അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് BJPൻ്റെ ഒരു കുഴപ്പം. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയുന്നൊരു വാചകമാണ് എൻ്റെ വിഷയം, ഒരിക്കലും കൂടി പറയുന്നു, യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. നമ്മളെപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നടക്കണം. നമ്മുടെ പൗരസ്വരതയുടെ അകത്തന്നെ നമ്മൾക്ക് ഐക്യമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. നിങ്ങൾ യൂണിഫോമിറ്റി എല്ലാം ഒന്നുപോലെ ആക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്.